ഷഡാധാരം. രാജേഷ് ജി നമസ്തേ. എന്താണ് ഷഡാധാര ചക്രം അല്ലെങ്കിൽ ഷഡാധാര ദേവതാ സങ്കല്പം? ഓരോ ചക്രങ്ങൾക്കും ഓരോ ദേവതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഷഡാധാരത്തെ ഉണർത്താൻ 100 വിദ്യകൾ പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷഡാധാരം ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്തായിരിക്കും? ഇത് എങ്ങനെയാണ് ഉണർത്തേണ്ടത്? അങ്ങനെ ഒരു ദേവതാ സ്വരൂപമുണ്ടോ? ഒന്ന് പറയാമോ? ഭാരതീയ തന്ത്രവിദ്യ എന്ന് പറയുന്നത് തന്നെ ഉമാമഹേശ്വര സംവാദമായിട്ട് പ്രചരിച്ച വിദ്യയാണ്. അതെ. പാർവതിയുടെ ഒരു സംശയത്തിനാണ് മഹാദേവൻ മറുപടി പറയുന്നത്. എന്താണ്? മനുഷ്യരെ എങ്ങനെ രക്ഷിക്കാം എന്നാണ് ചോദിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ഉന്നമനം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഭഗവാൻ 32 വിദ്യകൾ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. പാർവതി അതിൻ്റെ ഫെമിനൈൻ വെർഷനായിട്ട് 32 അങ്ങോട്ടും പറഞ്ഞു. ഓക്കെ. അപ്പോൾ 64 തരത്തിലുള്ള തന്ത്രവിദ്യകൾ പ്രചരിച്ചു. ഈ 64 തരത്തിലുള്ള തന്ത്രവിദ്യകളും ആഗമങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ: പുരുഷാർത്ഥങ്ങൾ സാധിപ്പിക്കുക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ പോയി ധനമുണ്ടാവുകയും ധനത്തിലൂടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് മോക്ഷത്തിലേക്ക് പോകണമെന്നാണ്. അപ്പം വെറുതെ ഒരു മോക്ഷം എന്നുള്ള ഒരു എവിടെയെങ്കിലും കിട്ടേണ്ട ഒരു സാധനമല്ല, അത് ഒരു പ്രോസസ്സിലൂടെ വരേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനുള്ള വിദ്യ, എന്താണ് ഇതിന് ഉപയോഗിക്കേണ്ട ടെക്നിക്ക്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അല്ലെ പ്രപഞ്ച രഹസ്യമായിട്ടുള്ള ഈശ്വരനെ അറിയാൻ നിങ്ങൾ അവനവനെ അറിയുക. യഥാ ബ്രഹ്മാണ്ട തഥാ പിണ്ടാണ്ട. എന്താണോ പ്രപഞ്ചം അത് നിങ്ങളുടെ ശരീരം തന്നെയാകുന്നു, നിങ്ങളുടെ മനസ്സാകുന്നു. പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ നക്ഷത്ര സമൂഹങ്ങളും കോടിക്കണക്കായിട്ടുള്ള ഗാലക്സികളും ഇതെല്ലാം നിങ്ങളുടെ മനസ്സ് തന്നെയാകുന്നു. അപ്പോൾ എന്തെല്ലാം നിങ്ങളുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ മനസ്സിൽ എന്തൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടാകുമോ, അതെല്ലാം ഭൗതികമായിട്ട് ശരീരത്തിൽ പിന്നീട് പ്രകടമാകും. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്താ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനുപയോഗിക്കുന്ന വിദ്യ അവനവൻ്റെ ആധാരചക്രങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ തന്നെ. ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയിൽ നമ്മൾ ഷഡാധാര സങ്കല്പം ചെയ്യുമ്പോൾ മൂലാധാരം തൊട്ടിട്ട് സഹസ്രാരം വരെയുള്ള ചക്രങ്ങളെയാണ് ആധാരശില മുതൽ വിഗ്രഹം വരെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. അപ്പം ചക്രങ്ങളെല്ലാം ഉണർന്ന ഒരു യോഗീശ്വര സങ്കല്പത്തിലാണ് ഓരോ ദേവതയും അവിടെ കുടികൊള്ളുന്നത്. തദ്വാര നമ്മൾ ആ ദേവതയെ ഉപാസിക്കുകയും ആ ദേവതയെ തൊഴുകയും ചെയ്യുമ്പോൾ ആ ദേവത തന്നെയായി നമ്മൾ മാറുകയാണ്. അങ്ങനെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ മോക്ഷത്തിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ, കാമനകൾ നടത്താൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മോക്ഷമാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ ക്ഷേത്രങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ക്ഷേത്രമൂർത്തികൾ ഓരോ ആധാരചക്രങ്ങളിലും കുടികൊള്ളുന്ന ദേവതകളെയാണ് നമ്മൾ ആദ്യകാലത്ത് 7 മൂർത്തികളായിട്ട് പ്രതിഷ്ഠിച്ചത്. അതായത് ഗണപതി മുതൽ ദുർഗ വരെ. മൂലാധാരത്തിൽ ഗണപതി, സ്വാധിഷ്ഠാനത്തിൽ ശിവൻ, മണിപ്പൂരകത്തിൽ വിഷ്ണു, അനാഹതത്തിൽ ശങ്കരനാരായണൻ, വിശുദ്ധിയിൽ സുബ്രഹ്മണ്യൻ, ആജ്ഞയിൽ ശാസ്താവ്, സഹസ്രാരത്തിൽ ദുർഗ. ഇങ്ങനെയാണ് ഷഡാധാര സങ്കല്പം. ഈ മൂലാധാര ചക്രത്തിൻ്റെ പ്രത്യേകത നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ ലം, വം, രം, യം, ഹം, ഓം, ഓം, ഇങ്ങനെയാണ് ആധാരചക്രങ്ങളുടെ ഓരോന്നിൻ്റെയും വൈബ്രേഷൻ. ഓരോ ആധാരചക്രത്തിനും പഞ്ചഭൂതങ്ങളിൽ ഒന്നുമായി ബന്ധമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മൂലാധാര ചക്രം പൃഥ്വി തന്നെയാണ്. സ്വാധിഷ്ഠാന ചക്രം ജലതത്വമാണ്. മണിപൂര ചക്രം അഗ്നിതത്വമാണ്. അനാഹത ചക്രം വായുതത്വമാണ്. വിശുദ്ധി ചക്രം ആകാശതത്വമാണ്. ആജ്ഞാചക്രത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അഗ്നി തന്നെയാണ്. പക്ഷേ ആ അഗ്നിക്ക് പ്രത്യേകതയുണ്ട്, ജ്ഞാനമാകുന്ന അഗ്നിയാണ്, ഭൗതികമായ അഗ്നിയല്ല. അതിനു മുകളിൽ സഹസ്രാര ചക്രം ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പരമാത്മാ സ്വരൂപം തന്നെയാണ്. അപ്പം ആധാരചക്രങ്ങൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള നിറങ്ങളുണ്ട്. അപ്പം എന്തുകൊണ്ട് ഗണപതിക്ക് ചെത്തിപ്പൂ വിശേഷം, ചുവന്ന ചെത്തിപ്പൂ വളരെ വിശേഷമായിട്ട് പറയും? അതിന് കാരണം മൂലാധാര ചക്രസ്ഥിതനാണ് ഗണപതി. മൂലാധാര ചക്രത്തിന് 4 ഇതളുകളാണ്, ചുവപ്പ് നിറമാണ്. ചെത്തിപ്പൂവിന് 4 ഇതളാണ്, ചുവപ്പ് നിറമാണ്. അനാഹത ചക്രം വിഷ്ണുവിന് അനാഹത ചക്രത്തിൽ ശങ്കരനാരായണൻ, കൂവളത്തിലെയും തുളസിയിലെയും ഇമ്പോർട്ടൻ്റ് ആണ്, പച്ച നിറം. മണിപൂരകത്തിൽ വിഷ്ണുവിന് സ്ഥാനമുണ്ട്, മഞ്ഞ ചെമ്പകം, വളരെ വിശേഷം. സഹസ്രാരത്തിൽ ദുർഗയ്ക്ക് താമരപ്പൂവ്. അതിന് കാരണം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, സഹസ്രാര പത്മം എന്ന് പറയുന്നത് തന്നെ 1000 മുതലുള്ള താമരയായിട്ട്. ഇനി മൂലാധാരം മുതൽ ആജ്ഞ വരെയുള്ള ചക്രങ്ങളെ നമ്മൾ എടുത്താൽ 50 അക്ഷരങ്ങൾ, ആ മുതൽ ക്ഷം വരെയുള്ള 50 അക്ഷരങ്ങളാണ് അതിൽ വിന്യസിച്ചിരിക്കുന്നത്. ഓരോ എതളുകളിലായിട്ട്, ഓരോ ചക്രങ്ങളുടെയും ദളങ്ങളിലായിട്ട് ആ മുതൽ ക്ഷം വരെയുള്ള അക്ഷരങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. ഇത് 50 അക്ഷരങ്ങളാണ്. ഇതാണ് നമ്മുടെ അക്ഷരമാലയായിട്ട് പിന്നീട് മാറിയത്. ഈ 50 അക്ഷരങ്ങളുടെ 20 ആവർത്തനമാണ് സഹസ്രാരചക്രം, അതായത് 1000 ഇതളുകൾ. ഇത്രയും എന്താ പറയുക, ഇത്രയും ഗഹനമായ ഒരു വിഷയമാണ് ഈ ഷഡാധാര ചക്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അതിനും താഴെയുള്ള കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിയെ
മൂലാധാര ചക്രത്തിലേക്ക്, അല്ലെങ്കിൽ ആദ്യമായി ഉണർത്തി മൂലാധാര ചക്രം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങളിലേക്ക് കൊണ്ടുപോയി സഹസ്രാര ചക്രത്തിലെ ശിവനുമായി അല്ലെങ്കിൽ സഹസ്രാരത്തിലെ ദുർഗയുമായി ചേരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഷടാധാര സങ്കല്പം പറയുമ്പോൾ സഹസ്രാര ചക്രത്തിൽ ദുർഗയെ പറയുന്നുണ്ട്. മൂലാധാരത്തിലെ ശക്തി സഹസ്രാരത്തിലെ ദുർഗയുമായിട്ട് ചേരണം എന്ന് പറയും. യോഗ സംവിധാനത്തിൽ തിരിച്ചാണ് മൂലാധാര ചക്രത്തിലെ ശക്തിയെ സഹസ്രാരത്തിലെ ശിവനുമായി ചേർക്കണം എന്ന് പറയും. അതെ അതെ അതെ. അത് തന്ത്രത്തിൻ്റെയും യോഗത്തിൻ്റെയും തമ്മിലുള്ള ചെറിയൊരു വേരിയേഷനാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. മൂലാധാരം മുതലുള്ള സഹസ്രാരം വരെയുള്ള ചക്രങ്ങളെ ഉണർത്തുക. അതിന് ഉപയോഗിക്കുന്ന വിദ്യയാണ് നമ്മൾ ഈ പറയുന്ന സകല വിദ്യകളും. ഇപ്പോൾ ഈ തന്ത്രത്തിൽ പറയുന്ന വിദ്യകളാണെങ്കിലും യോഗ സംവിധാനത്തിൽ പറയുന്ന വിദ്യയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അല്ലെങ്കിൽ ക്രിയായോഗ പദ്ധതിയാണെങ്കിലും ഇതൊക്കെ പോയി തീരുന്നത് ഈ അവസാനം ഈ ഒരു പദ്ധതിയിലേക്കാണ്. അതിന് അടിസ്ഥാന പരിപാടി എന്ന് പറയുന്നത് ഷഡ്ചക്ര നിരൂപണം പഠിക്കുക, ഷടാധാര ചക്രങ്ങളെ പറ്റി മനസ്സിലാക്കുക, ഷടാധാര ചക്രങ്ങളുടെ പ്രവർത്തനം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. ഇതൊക്കെ ഒരു പദ്ധതിയായിട്ട് തന്നെ പഠിച്ചു പോകേണ്ട വിഷയങ്ങളാണ്. ഓക്കെ, സന്തോഷം. ഈ രാജേഷ്, ഇപ്പം നോർമലി സാധാരണ ആൾക്കാർ പല രീതിയിലുള്ള പ്രാക്ടീസിൽ കൂടെ അവരുടെ ഒരു ഷടാധാര ചക്രത്തെ ഉണർത്തുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ചില ആൾക്കാർ ക്രിയായോഗ ചെയ്ത് ഒരു 8ാമത്തെ 9ാമത്തെ ലെവലാകുമ്പോൾ തന്നെ അവർക്ക് എന്താ പറയുക, ഈ ശബ്ദങ്ങൾ കേട്ട് തുടങ്ങും. അതായത് ദശനാദങ്ങൾ. അപ്പോൾ ദശനാദങ്ങൾ 10 ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഗുരുക്കന്മാർ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ 8 കിട്ടിയാലും 9 കിട്ടിയാലും ഓക്കെ, ഇനിയും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയും. പക്ഷേ ഇവർക്ക് ഒരു നാദം, അല്ലെങ്കിൽ ഈ പുല്ലാങ്കുഴലോ അല്ലെങ്കിൽ ഈ പറയുന്ന തണ്ടറിങ്ങോ ഏത് സൗണ്ട് കേട്ട് കഴിഞ്ഞാലും അവർക്കത് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിലൊന്നും വരാതെ പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ടെക്നിക്ക് ഉപയോഗിക്കുന്നവരുടെ ഷടാധാര ചക്രത്തിൽ ഒരു വൈബ്രേഷൻസ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ആജ്ഞാചക്രത്തിലോ അല്ലെങ്കിൽ സഹസ്രാരത്തിലോ വൈബ്രേഷൻ വരുന്നുണ്ട്. ഈ വൈബ്രേഷൻസ് ചിലവർക്ക് വളരെ പെട്ടെന്ന്, അതായത് ഒരു ഫ്രിക്ഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഒരു പരിധിക്ക് മേളിലായിക്കഴിഞ്ഞാൽ ഒരു കിളിപോയ അവസ്ഥയിലേക്ക് പോകുന്നൊരു സ്റ്റേജ് വരില്ലേ, മാനസിക വിഭ്രാന്തി എന്ന സ്റ്റേജിലേക്ക് വരില്ലേ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിത്തവൃത്തി നിരോധനേതി യോഗ എന്നാണ്. യോഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അല്ലെങ്കിൽ ചിത്തം, മനസ്സും ബുദ്ധിയും ചേരുന്ന ചിത്തത്തിൻ്റെ വ്യാപാരങ്ങളെ അടക്കലാണ്. അതെ. അപ്പം മനസ്സും ബുദ്ധിയും ചേരുന്ന ചിത്തം ഇതുവരേക്കും അടങ്ങി നിന്നിട്ടില്ല ആരുടെയും. നമ്മളുടെ ചിത്തത്തിന് ഇങ്ങനൊരു ശീലമില്ല. അപ്പോൾ ചിത്തവൃത്തി നിരോധനത്തിന് ആദ്യം ഒരു ശ്രമം നടത്തുമ്പോൾ ആദ്യമായിട്ട് എതിർക്കുന്നത് ശരീരം തന്നെയായിരിക്കും. അതായത് ശരീരം പലതരത്തിലുള്ള സിമ്പിൾസ് കാണിച്ചു തുടങ്ങും. തലവേദനയായിട്ട്, ക്ഷീണമായിട്ട്, പലതരത്തിലുള്ള അനുഭൂതികളായിട്ട് ഒക്കെ ഇങ്ങനെ ഓരോരോ സംഗതികൾ വരും. അപ്പോൾ ആളുകൾ ആ ഒരു സ്റ്റേജിനെ, അത് അവർക്കുണ്ടാകുന്ന അനുഭൂതികളെ എന്തോ യോഗ സാധനയുടെ ഭാഗമായിട്ട് കണക്കാക്കും. വാസ്തവത്തിൽ അത് എന്ത് അനുഭൂതി ഉണ്ടായാലും എന്ത് അനുഭവം ഉണ്ടായാലും ഇതല്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഈ ഇതിൻ്റെ ഒരു സ്റ്റേജിൽ നമുക്ക്, അതായത് നമ്മുടെ സാധന എന്ന് പറയുന്ന ആജ്ഞാചക്രത്തിലേക്ക് മനസ്സ് ചെല്ലുന്ന ഒരു സമയമുണ്ട്. ആ സമയം മുതൽ തലവേദന തുടങ്ങും. വ്യക്തിപരമായിട്ടുള്ള അനുഭവമായി പറയുന്നത്. ഈ തലവേദന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നടക്കുക, നന്നായി നടക്കുക. രണ്ടാമത് 8 നട എന്ന് പറയും. 8 നട എന്ന് പറഞ്ഞാൽ തമിഴിൽ അതിന് സിത്തർ നട എന്ന് പറയും. ഈ 8ന്റെ ആകൃതിയിൽ കൈകൾ പിണച്ച് മുകളിൽ വെച്ച് നടക്കുക. കുറേ നേരം നടക്കണം. എത്ര സമയം നമ്മൾ ഈ മെഡിറ്റേഷന് വേണ്ടി യൂസ് ചെയ്തോ അതിൻ്റെ ഇരട്ടി സമയം ഈ നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ പതിയെ ശരീരം അടങ്ങി തുടങ്ങും. ഒറ്റയടിക്ക് ഈ ഊർജ്ജം മുഴുവനും അതിൽ അങ്ങോട്ടേക്ക് പ്രയോഗിപ്പിച്ചാൽ നമ്മൾ നേരിട്ട് ഈ എന്താ പറയുക, ഇടിമിന്നലിൻ്റെയൊക്കെ എനർജി നേരെ നമ്മൾ വയറുവഴി പിടിച്ച പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് സാവധാനം കൊണ്ടുവരേണ്ട ഒരു വിദ്യയാണിത്. അല്ലാത്ത പക്ഷം ചിത്തഭ്രമം ഉറപ്പായിട്ടും വരും. ഇത് ഗുരുവിൻ്റെ പ്രസൻസിൽ, ഗുരുവിൻ്റെ ഗൈഡൻസിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഗുരു എന്ന് പറയുന്ന ആൾ ഈ സ്റ്റേജ് കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇത് ചെയ്യാൻ അനുവാദമുള്ളൂ. സന്തോഷം. ഈ പറയുന്ന ഷടാധാര ചക്രങ്ങളെ ഉണർത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെയും പൂർണ്ണമായിട്ടും ഒരു ഗുരുനിയോഗത്തിൽ കൂടെ മാത്രം ചെയ്യുക. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.